ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് ഞാൻ എന്താണ് ഇങ്ങനെ ഒരുങ്ങിക്കിട്ടിരിക്കുന്നത് എന്നാൽ നാളെയല്ലേ നമ്മുടെ വിഷു. അപ്പൊ ഇന്ന് ഞാൻ ജസ്റ്റ് ഫോട്ടോഷൂട്ടൊക്കെ എടുത്തേ ഉള്ളൂ. എന്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട് ഗായ്സ്? പട്ടുപാവാടാണ്. ജസ്റ്റ് ഇതിന് മേലെ കൂടി ഷാൾ ഇട്ടുന്നേ ഉള്ളൂ. അപ്പൊ ഫോട്ടോഷൂട്ടിന് വേണ്ടി അവിടെ കണിക്കൊണ്ടൊക്കെ പഠിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കൃഷ്ണനും എല്ലാമായിട്ട് ഞാൻ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. മഞ്ജു ചേച്ചിയാണ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗായ്സ്. അപ്പോൾ നാളെ ഞാൻ എടുത്ത ഫോട്ടോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും പോയി കാണാൻ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ എന്താ ഇനി നാളെ വിഷുവാണ്. അപ്പോൾ നാളത്തെ രാവിലെ തൊട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ ഇടാം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇന്ന് ജസ്റ്റ് ഇൻട്രോ എടുത്തേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത് എനിക്കറിയാം ഗൈസ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് നോയ്സ് ഒക്കെ ഉണ്ടാവും. നിങ്ങൾ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, നാളെ വിഷു അല്ലേ. അപ്പോൾ ഇന്ന് രാത്രി ഇപ്പോൾ കണിയൊക്കെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലിപ്സ് ഞാനിവിടെ ആഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇൻട്രൊഡക്ഷൻ എടുക്കുന്നത്. ഇന്ന് രാവിലെ തൊട്ട് വ്ളോഗൊന്നും എടുത്തില്ല, കാരണം നാളെ വിഷു ആയതുകൊണ്ട് കുറേ നല്ല ക്ലീനിങ്ങും ഒക്കെ ആയിരുന്നു. അത് കാരണം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ജസ്റ്റ് കണി ഒരുക്കുന്ന ഒരു ക്ലിപ്സ് ഞാൻ എടുത്തിട്ടുണ്ട്, ഒരു ക്ലിപ്പ്. അപ്പോൾ ഞാനതിവിടെ ആഡ് ചെയ്യാം ഗൈസ്. പിന്നെ നമുക്ക് നാളെ രാവിലെ കാണാം കേട്ടോ. ബൈ ഗൈസ്. അപ്പം അങ്ങനെ ഇതേ അമ്മമ്മ വിഷുവിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. വേറെ ഒന്നും അല്ലാതെ ഈർക്കൊലിയിൽ നമ്മുടെ പ്ലാവിൻ്റെ ഇല ഉണ്ടല്ലോ, അത് വലിച്ചിട്ട് അതിൽ ഈർക്കൊലി ഇങ്ങനെ കുത്തി വെച്ചിട്ട്, ഇതിൻ്റെ പേരാണ് നൊന്ന കുത്താന്ന് കേട്ടോ. അപ്പോൾ ഇത് എന്താ പറയുക, ഇത് റെഡിയാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ പേരാണ് കുമ്പിള് എന്ന് ഇതിന് പറയുക. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കുന്നതിൻ്റെ പേരാണ് നൊന്ന കുത്താന്ന്. അപ്പോൾ അങ്ങനെ ഇത് പണ്ടത്തെ ആൾക്കാർ ഇങ്ങനെ പറയാം. ഞങ്ങളുടെ ഇവിടെയൊക്കെ അങ്ങനെ പറയാം. നിങ്ങളുടെ അവിടെ എങ്ങനെ എന്താ പറയാമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ ഗൈസ്. പിന്നെ നമ്മളങ്ങനെ ഹാളിൽ വന്നു. ഹാളിലാണ് കേട്ടോ എപ്പോഴും കണി വെക്കാറ്. പിന്നെ അങ്ങനെ ഇത് അമ്മമ്മ കൃഷ്ണന് മാലയൊക്കെ ചാർത്തി കൊടുത്തു. പിന്നെ ഉരുളിയിൽ നമ്മുടെ പഴവും മത്തങ്ങയും എല്ലാം വെച്ച്, പിന്നെ നമ്മുടെ റെഡിയാക്കി കഴിഞ്ഞ് നമ്മൾ അപ്പോഴേ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, കുമ്പിള റെഡിയാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ കുമ്പിളിൽ നവധാന്യങ്ങളാണ് വെക്കാറുള്ളത്. അപ്പോൾ നവധാന്യങ്ങളെല്ലാം റെഡിയാക്കി അങ്ങനെ ഒരു അമ്മമ്മയും ദക്ഷുവും കൂടി വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ദക്ഷു അമ്മമ്മയ്ക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അവിടെ വന്ന് ഇരിക്കുകയായിരുന്നു. എന്തായിരുന്നു നവധാന്യങ്ങൾ എന്ന് പറഞ്ഞാൽ അരി, നെല്ല്, ചെറുപയർ, കടല, കടുക്, അങ്ങനെ തുടങ്ങിയ എല്ലാ സാധനങ്ങളും എല്ലാ നവധാന്യങ്ങളും വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ 2-3 ചെറുനാരങ്ങയും എല്ലാം വെക്കുന്നുണ്ടായിരുന്നു. ഇത് കടുകൊക്കെ വെക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. പിന്നെ അമ്മമ്മ എൻ്റെ അടുത്ത് 2 മൽഗോവ എടുത്തു തരാൻ പറഞ്ഞു. പിന്നെ 3 മൽഗോവ എടുത്തു കൊടുത്തു കേട്ടോ. 3 മാമ്പഴം എടുത്തു കൊടുത്തു. പിന്നെ ഒരു ആപ്പിളോ ഓറഞ്ചോ പോമഗ്രാനറ്റോ അങ്ങനെ ഫ്രൂട്ട്സൊക്കെ വെക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് ഗ്രേപ്സ് ഒക്കെ വെക്കുന്നുണ്ടായിരുന്നു. ഗ്രേപ്സ് പാക്കറ്റിന് പൊട്ടിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ ഇത് നമ്മുടെ ജാക്ക് ഫ്രൂട്ടും വെച്ചു. പിന്നെ ഇതിൻ്റെ പേരെന്താണെന്നറിയോ, എന്താ പടവലങ്ങ എല്ലാം വെച്ചു. പിന്നെ കണിവെള്ളരിക്കും വെച്ചു. പിന്നെ ഇത് പടക്കം എല്ലാം കഴിഞ്ഞപ്പോഴായിരുന്നു എനിക്ക് വീഡിയോ എടുക്കേണ്ട കാര്യം ഓർമ്മ വന്നു ഗൈസ്. അപ്പം ഞാൻ ജസ്റ്റ് പടക്കം എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ വീഡിയോ എടുത്തു. പിന്നെ ഇത് അങ്ങനെ പൈസ തട്ടിൽ വെക്കാൻ വേണ്ടി അമ്മ എൻ്റെ അടുത്ത് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാനങ്ങനെ അടുക്കി വെക്കുകയായിരുന്നു. അപ്പോഴായിരുന്നു ദക്ഷ് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തത്. അപ്പോൾ ഞാൻ അങ്ങനെ വെച്ച് ഫസ്റ്റൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ പോകെ എനിക്ക് മടുത്തു. പിന്നെ ഞാനങ്ങനെ എങ്ങനെയൊക്കെയോ വെച്ചു പൈസ. പിന്നെ അങ്ങനെ എനിക്കിഷ്ടമായില്ല. പിന്നെ ഞാൻ കൊട്ടി വീണ്ടും വെച്ചു. അത് കറക്റ്റ് ആവണേയില്ല ഗൈസ്. പിന്നെ അങ്ങനെയൊക്കെയോ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വീണ്ടും വലിച്ചിട്ട് വീണ്ടും കുറേ പൈസ വീണ്ടും ദക്ഷു കൊണ്ട് വെച്ചു. ശരി എന്ന് പറഞ്ഞാൽ പിന്നെ ആയിരുന്നു കറക്റ്റായത് കേട്ടോ. അതേ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കണിക്കൊന്നയും കൂടി ആയപ്പോൾ വിഷുക്കണി കറക്റ്റായി, എല്ലാം റെഡി ആയിട്ടോ. പിന്നെ അങ്ങനെ അമ്മമ്മ ഭസ്മം എടുത്തു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭസ്മം കൂടി എടുത്തു കൊടുത്തു. അമ്മമ്മയുടെ പൂജ കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കർപ്പൂരം കൊളുത്തിയിട്ടാണ് തേങ്ങ പൊട്ടിക്കാറുള്ളത്. അപ്പോൾ കർപ്പൂരം ഞാൻ പൊട്ടിച്ചു കൊടുത്തു. പിന്നെ അങ്ങനെ ഇത് കർപ്പൂരം എല്ലാവരുടെയും കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ മണിയടിച്ച് പിന്നെ അങ്ങനെ ഇത് തേങ്ങ പൊട്ടിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ ഇത് തേങ്ങ പൊട്ടിച്ച് അമ്മയായിരുന്നു വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് ദക്ഷും അമ്മയും കൂടി പോയി തൊഴുത് പൂവും വെള്ളമൊക്കെ ഇടുന്നുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. പിന്നെ നമ്മൾ പടക്കം പൊട്ടിക്കാൻ പോയി.
പിന്നെ ഇതേ ഗൈസ് വിഷു ദിവസം രാവിലെ ഞങ്ങൾ നേരത്തെ പുലർച്ചെ എണീച്ച് കണി കണ്ടു കേട്ടോ. പിന്നെ ഇത് വീണ്ടും പടക്കം പൊട്ടിക്കാൻ തുടങ്ങി ഗൈസ് ഞങ്ങൾ. പിന്നെ ഞങ്ങൾ പടക്കം പൊട്ടിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മ കൈനീട്ടം തരാൻ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അമ്മമ്മ ആദ്യം അവളുടെ മോൾക്കാണ് കൊടുത്തത് കൈനീട്ടം. പിന്നെ അങ്ങനെ ദക്ഷുവിനും മാമനും എല്ലാവർക്കും കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തന്നു. പിന്നെ ഇത് അമ്മ ദക്ഷുവിന് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവൾക്കും എനിക്കും തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും പോയി വാങ്ങി ഗൈസ്. പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ദക്ഷിണ അയൽനർ എഴുതി കൊടുക്കണം എന്ന് പറഞ്ഞ് ഞാൻ എഴുതി കൊടുക്കുകയായിരുന്നു കേട്ടോ. ഞാൻ ഇപ്പോൾ കുളിച്ച് വന്നേ ഉള്ളൂ ഗൈസ്. ഇന്നാണല്ലോ വിഷു. അപ്പോൾ അത് കാരണം ഞാനിത് അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡിയാവാൻ കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ കുളിച്ച് വന്നു. ഇത് ഐലൈനർ എഴുതി കേട്ടോ. ഐലൈനർ എഴുതി പൊട്ട് വെച്ചിന് തല കെട്ടിയിട്ട് ഒരു മാലയും കൂടി കമ്മലും മാലയും മാറ്റിയാൽ ഞാൻ പോവാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് അമ്പലത്തിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ഇതോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. പുളിശ്ശേരി അമ്പലത്തിൽ പോകാൻ വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പട്ടുപാവാട എല്ലാം ഇടുന്നു വെച്ചിട്ടാണ് ഞാൻ ഇന്ന് മിഡിയും ടോപ്പ് ഇട്ടത് കേട്ടോ ഗൈസ്. ഞാൻ അത്യാവശ്യം ഇടുന്ന ഡ്രസ്സ് മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. അമ്മമ്മയുടെ അവിടെ ഇപ്പോൾ വിരുന്ന് വന്നതായ കാരണം മൊത്തം അവിടെയാണ് കണ്ണാടിയില്ലാതെ. ശരിയെന്ന് പറഞ്ഞ് ഞാൻ ഇത് ഇട്ടപ്പോൾ മനസ്സിച്ച് മൊത്തം ട്രഡീഷണലായ ഗൈസ്. എനിക്ക് സഹിച്ചില്ല. ഇനി നോക്കിക്കോ അമ്പലത്തിൽ മൊത്തം ട്രഡീഷണലായിരിക്കും. നമുക്ക് കുറച്ച് വെറൈറ്റി ആവാമല്ലോ ദക്ഷു. അപ്പോൾ ഗൈസ് ദക്ഷു ഉണ്ട് കേട്ടോ. ദക്ഷു ഈ ഉടുപ്പാണ് ഇട്ട് കൊടുത്തത് സിമ്പിളായിട്ട്. ഇനി നമുക്ക് പോണ വയ്ക്കുകയാണെങ്കിൽ അമ്പലം എത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. NH നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. പിന്നെ ഇത് അമ്പലം എടുത്തു നല്ല തിരക്കുണ്ടായിരുന്നു. ഇത് നിറയെ വണ്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ മനസ്സിലായി നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ വൈകിട്ട് ഇത് ലക്ഷദ്വീപം തെളിയിക്കലൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ബോർഡ് ഞാൻ അവിടെ വെച്ചിരിക്കുന്നത് കണ്ടു. പിന്നെ അങ്ങനെ മഞ്ചേശ്വരിക്ക് മുല്ലപ്പൂ വേണം പറഞ്ഞാൽ അങ്ങനെ മുല്ലപ്പൂ വാങ്ങാൻ നിന്നു. പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറി ഞാൻ പറഞ്ഞ പോലെ നല്ല തിരക്കുണ്ടായിരുന്നു ഗൈസ്. കണ്ടിട്ട് നെട്ടി സത്യം പറഞ്ഞാൽ. അപ്പോൾ നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ലക്ഷദ്വീപം തെളിയിക്കാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ദീപമൊക്കെ ഇങ്ങനെ സ്റ്റാൻഡോ എന്തോ സംഭവത്തിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി വൈകിട്ടാണ് ദീപം തെളിയിക്കൽ. അപ്പോൾ പറ്റിയാൽ പോകണം, കാണണമെന്നുണ്ട്. പറ്റിയാൽ ഞാൻ പോവുകയാണെങ്കിൽ അതിൻ്റെ ക്ലിപ്സ് ഞാനിവിടെ ആഡ് ചെയ്യാം ഗൈസ്. പിന്നെ ഇത് കണ്ടോ, ഞാൻ പറഞ്ഞ പോലെ ഇത് എല്ലാം ലക്ഷദ്വീപം തെളിയിക്കാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു ദീപങ്ങളൊക്കെ. പിന്നെ ഇത് ഞങ്ങൾ വരുന്ന വഴിക്ക് കളിപ്പാട്ടൊക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു. ഞങ്ങൾ അപ്പോഴേ വന്നത് അമ്പലത്തിൻ്റെ ബാക്കിൽ പുറകിൽ കൂടിയായിരുന്നു കേട്ടോ. ഇപ്പോൾ ഉമ്മറത്ത് നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് ഉത്രാട ബേക്സിൽ കയറി ഒരു ജ്യൂസ് കുടിച്ചിട്ടാണ് പോയത്. പിന്നെ അങ്ങനെ ഇത് നമ്മൾ പോയിക്കൊണ്ടേക്കാണ് ഗൈസ്. പിന്നെ വീണ്ടും NH ഇവിടെ തന്നെ ഒരു 10-15 മിനിറ്റോളം നിന്നു. ട്രാഫിക്കായിരുന്നു ഞാൻ പറഞ്ഞ പോലെ. പക്ഷേ പോണത്ര നേരമൊന്നും നിന്നില്ല, കുറച്ച് നേരം നിന്നുള്ളൂ. കുഴപ്പമില്ല. പിന്നെ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയി നമ്മുടെ വയലുകളും എത്തി ഗൈസ്. അപ്പോൾ മഞ്ജു ചേച്ചിയുടെ ഫ്രണ്ടിന് ഫോട്ടോ എടുത്തു കൊടുക്കുമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു. ഇതിന് മുമ്പത്തെ ഏതോ വ്ളോഗിൽ എൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ. വയലുകുളത്തിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണേ ഗൈസ്. അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് നേരം നിന്നു. ഞാനപ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ. അവിടെ മഞ്ജു ഫോട്ടോ എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ദക്ഷും മഞ്ജുച്ചിയുടെ ഫ്രണ്ടിന് അനിയത്തിയും കൂടി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ജസ്റ്റ് വെറുതെ നിൽക്കണ്ടല്ലോ എന്ന് കരുതി സെൽഫി മോഡിൽ ഞാൻ ഫോട്ടോ എടുത്തു. പിന്നെ ഞാനും ദക്ഷ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിവിടെ ഇരിക്കാൻ നല്ല തണുപ്പുണ്ട് കേട്ടോ. കാരണം ഞങ്ങൾ ഇത്രയും ദൂരം വെയിലത്ത് നടന്ന് വന്നപ്പോൾ ഇവിടെ ഇരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ആൽമരമാണ് അത്, അപ്പുറത്ത് ആൽമരം ഉണ്ട്. അപ്പോൾ ഇരിക്കാൻ നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നെ ഞാൻ വീട്ടിൽ വന്ന് 2 ഇഡ്ഡലി കഴിച്ചു. പിന്നെ നല്ല വിശപ്പായപ്പോൾ ഞാൻ ശരിയെന്ന് പറഞ്ഞാൽ ഒരു ആപ്പിൾ എടുത്തു. കണി വെച്ചതിന് ഒരു ആപ്പിൾ എടുത്ത് കഴിച്ചു കേട്ടോ കഴിച്ചു. നല്ല മധുരം ഉണ്ടായിരുന്നു ആപ്പിൾ, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഇത് ആപ്പിൾ കഴിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഇത് അപ്പോഴേക്കും ഉച്ചയായിട്ടോ കഴിച്ചു. അങ്ങനെ ഉച്ചക്കലത്തെ വിഷുക്കന്നി എല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ അങ്ങനെ അമ്മമ്മ ഇത് പൂജയൊക്കെ കഴിച്ചു. ദക്ഷ തൊഴുത് പൂവും വെള്ളം ഇട്ടു. പിന്നെ ഇനി ഉച്ചക്കലത്തോടു കൂടി നമ്മുടെ വിഷു അവസാനിക്കും എന്നാണ് പറയുന്നത്. പിന്നെ അങ്ങനെ ഇത് ഉച്ചക്കൽ വിഷുക്കന്നി വെച്ച് പടക്കം പൊട്ടിച്ചാൽ നമ്മുടെ വിഷു കഴിഞ്ഞു. പിന്നെ അങ്ങനെ കഴിച്ചു. നമ്മുടെ വിഷുക്കന്നി ആദ്യം ദക്ഷ കുമ്പിളും കൊണ്ട് കുടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ് വീഡിയോ. ഹലോ ഗായ്സ്, അപ്പോൾ വിഷുക്കഞ്ഞിയൊക്കെ കുടിച്ച് കഴിഞ്ഞു. അപ്പോൾ എല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനി ഞാൻ രാജവല്യമ്മയുടെ കുറച്ച് ബേബി ഷവറിൻ്റെ വീഡിയോ കുറച്ച് എഡിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ്. ചിലപ്പോൾ ആ വ്ളോഗായിരിക്കും ഫസ്റ്റ് വരിക, ചിലപ്പോൾ വിഷുവിൻ്റെ ആയിരിക്കും. ബേബി ഷവറിൻ്റെ കുറച്ച് ക്ലിപ്സ് കൂടി കിട്ടാനുണ്ട്. അതും കൂടി കിട്ടിക്കഴിഞ്ഞാലേ ഞാൻ അത് ചിലപ്പോൾ ഇടുള്ളൂ.
ചിലപ്പോൾ ഇതായിരിക്കും ഫസ്റ്റ് വരിക വിഷുവിൻ്റെ, അല്ല എന്ന് പറഞ്ഞാൽ ബേബി ഷവറിൻ്റെ ആയിരിക്കും ഫസ്റ്റ് വരിക. അപ്പോൾ എന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, ഞാൻ ബേബി ഷവറിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല തോന്നുന്നു. ഇനിയിപ്പോൾ എൻ്റെ ഒരു അറിവിൽ ഉച്ചയ്ക്ക് പൂജ, ഞാൻ കഞ്ഞിയൊക്കെ കുടിച്ചതും വിഷുക്കഞ്ഞിയൊക്കെ കുടിച്ച് കഴിഞ്ഞതും കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. ഇനി പിന്നെ ഇനി രാത്രി മാമ വന്ന് ചിലപ്പോൾ പടക്കമൊക്കെ പൊട്ടിക്കായിരിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ വിഷു വ്ളോഗ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.